അടിപൊളി അടിപൊളി പടം, സൂപ്പർ പടം. നല്ല പടമാണ്, നല്ല പടം, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി അടിപൊളിയായിരുന്നു, സൂപ്പറാണ്. ലാലേട്ടന്റെ അഭിനയം കുറെ നാൾക്ക് ശേഷം അടിപൊളി അഭിനയമാണ്. സൂപ്പർ പടം, അടിപൊളി അടിപൊളി. ആ കോട്ട് സീനൊക്കെ ചുമ്മാ അടിപൊളി. അടിപൊളിയായിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരു കംബാക്ക് തന്നെയാണ്. മൊത്തത്തിൽ എല്ലാവരുടെയും ആക്ടിങ് ആയാലും ഡയറക്ഷൻ ആയാലും ജീത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നന്നായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു വിജയമായിരിക്കും. പെർഫോമൻസ് ലീഡ് ആക്ടേഴ്സിന്റെ എല്ലാവരുടെയും പെർഫോമൻസ്, എസ്പെഷ്യലി അനശ്വരയുടെ പെർഫോമൻസ് വളരെ മികച്ചതായിട്ടുണ്ട്. ലാലേട്ടനെ കുറെ നാളുകൾക്ക് ശേഷം വളരെ മനോഹരമായിട്ട് തന്നെ ജിത്തു പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിത്തു ഒക്കെ പ്രൊമോഷൻ ഇവന്റ് പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു കറക്റ്റ് ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ തന്നെയാണ് സിനിമ. നല്ല സിനിമ, നല്ല രീതിയിൽ ഇമോഷണലി കണക്ട് ആവുന്ന കുടുംബങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. കൊള്ളാം, അടിപൊളി സൂപ്പർ പടം. ഇതുപോലത്തെ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള പടം, മനസ്സിലായ അവരൊരു ചങ്കൂറ്റം കാണിക്കാനുള്ള പടം. ഇനിയുള്ള അങ്ങോട്ടുള്ള വരും നാളുകളിലെ സാധാരണ കുട്ടികളല്ല നമ്മളിന്ന് കാണിക്കാനുള്ള ഒരു പടം. ഒരു അമേസിംഗ് മെസ്സേജ് ജിത്തു സാർ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാവരും വർക്ക് ചെയ്ത് ഒന്നിനൊന്ന് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണേണ്ട പടം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ വളരെ വല്ലപ്പോഴൊക്കെ കാണുന്ന പടങ്ങൾ ആൾക്കാരാണ്. പക്ഷെ ഇത് ദൃശ്യത്തിനേലും അതിന് ഒന്നുകൊന്ന് നിൽക്കുന്ന ഒരു പടം. അടിപൊളിയാണ്, സൂപ്പർ. പറയാനായിട്ട് ഒരുപാട് പറയാനുണ്ട് ശരിക്കും. പക്ഷേ കാരണം സിനിമ ഇപ്പോഴും കണ്ടിട്ടുള്ള ആ ഒരു ഇമോഷണൽ, ആ ഒരു സിനിമയുടെ കൊളുത്തി വലിക്കുന്ന ഒരു ഫീൽ ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പല സിനിമകൾ കാണുന്നു, മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നു, കുറെ അടിച്ചുപൊളി ഇടിവെട്ടുപടങ്ങൾ വരുന്നു. പക്ഷെ ഇതിനിടയിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാലകാലങ്ങളോളം ഒരു ഡെപ്ത് ഉള്ള ഒരു മൂവിയായിട്ടാണ് ഇപ്പോൾ ഈ മൂവിനെ എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ കോർട്ട് റൂം സീൻസ് ഒക്കെ പൂർണ്ണമായിട്ടും പെർഫെക്ഷനോട് കൂടിയാണ് എടുത്തേക്കുന്നത്. കാരണം അത്രയ്ക്ക് വെൽ ക്രാഫ്റ്റഡ് ആണ്. കാരണം ഞാൻ പേഴ്സണലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് കോടതി മുറികളിൽ സ്ഥിരം കാണുന്ന കാഴ്ചകൾ അത്രയ്ക്ക് ഡീറ്റെയിലിങ്ങോട് കൂടി ഒബ്സർവേഷനോട് കൂടി എടുത്തിരിക്കുന്നു. ലാലേട്ടന്റെ കഥാപാത്രമാണെങ്കിലും പൂർണ്ണമായിട്ടും ഒരു നീതിക്ക് വേണ്ടിയുള്ള ഇരയ്ക്ക് എങ്ങനെ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, ആ കടന്നു പോകുന്ന ലോയറിന്റെ ഒരു പേഴ്സണൽ ആ ഒരു എന്താ പറയുക ഇമോഷണൽ ഡെപ്ത് അല്ലെങ്കിൽ മാനസിക സംഘർഷമൊക്കെ പൂർണ്ണമായിട്ടും അതിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. ഡിഫൻസ് ഒക്കെ എത്രത്തോളം ഒരു പ്രതീക്ഷിക്കാൻ വേണ്ടി പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ ഇവിടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഒരു സ്പോയിലേഴ്സ് ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു ആളുകൾക്കൊരു നോവ് നൽകുന്ന, അതുപോലെ തന്നെ പൂർണ്ണമായി തൃപ്തി നൽകുന്ന ഒരു ശരാശരി സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു മുതൽക്കൂട്ടാണ് സിനിമ. ഒരു മസ്റ്റ് വാച്ച് ആണ്. ലാലേട്ടന്റെ മാസ് ഡയലോഗ് അല്ലെങ്കിൽ മാക്സ് ആക്ഷൻ, മീശപിരി, മുണ്ട് വർക്കി കുത്തല് മുതലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് പറയാനുള്ളത് ആൾ ക്ലാസ് ആയിട്ട് മാസ് ചെയ്തേക്കാണ്. അതായത് ആളുടെ ഓരോ ഡയലോഗുകളും ആളുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പൂർണ്ണമായിട്ട് കയ്യടി തിയേറ്ററിൽ നാച്ചുറലി വരുത്തുന്നുണ്ട്. വളരെ നല്ലൊരു പടമായിരുന്നു. ജിത്യോസിന്റെ പടമല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പടം കൊണ്ടുപോയി. പിന്നെ ആക്ടേഴ്സുകളും വളരെ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനശ്വരയാണെങ്കിലും പിന്നെ വില്ലനായിട്ട് അഭിനയിച്ച് പയ്യൻ, ലാലേട്ടൻ ഒരു തിരിച്ചുവരവില്ല. ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. അവർ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. പടം ലാലേട്ടൻ ഞെട്ടിച്ചു. ആക്ടിങ്, ലാലേട്ടൻ്റെ ആക്ടിങ്, ജിത്തുവിന്റെ സ്ക്രിപ്റ്റ് അടിപൊളി, ത്രില്ലറാ. നമുക്കിങ്ങനെ ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ എന്താ നടക്കണേന്ന് ഇരിക്കാൻ പാകത്തിന് ആകാംക്ഷ. അടിപൊളി പടം.